അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വളരെ പ്രസക്തമായ ഒരു വിഷയത്തിലാണ് നമ്മൾ ഡിബേറ്റ് സംഘടിപ്പിക്കുന്നത്. അഥവാ മൗഖിഫുൽ ഇസ്ലാമി മിന സിനിമ വ തംസീൽ. ലോകത്ത് ദൃശ്യ മാധ്യമങ്ങളുടെ വിഷ്വൽ സംസ്കാരങ്ങളുടെ ഒരു അതിപ്രസരമാണുള്ളത്. ഏത് പ്രായത്തിലുള്ള ആളുകളും അതിൽ കൂടുതൽ അഡിക്റ്റഡായിട്ട് അവരുടെ സംസ്കാരത്തെയും സ്വഭാവത്തെയൊക്കെ വളരെയധികം സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്ന മേഖലയാണ്. അപ്പോൾ ആ വിഷയത്തിൽ നമ്മൾ ചർച്ച നടത്തുകയാണ്. അഭിനയം എന്ന ഒരു കോമൺ ഏരിയയും അതോടൊപ്പം പ്രത്യേകിച്ച് സിനിമ എന്ന ഇൻഡസ്ട്രിയും സ്വാഭാവികമായിട്ടും അതിൽ ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് കൂടുന്നുണ്ട്. അഭിനയം, സംഗീതം, ദീന് നിഷിദ്ധമാക്കിയ ഇഖ്തിലാത്ത്, ഇങ്ങനെ തുടങ്ങി ഒരുപാട് ഏരിയകൾ കടന്നു വരുന്ന വളരെ വിശാലമായ വിഷയമാണ്. കൂടുതലായിട്ട് ഞാൻ സംസാരിക്കുന്നില്ല. ചർച്ചയിൽ ഇസ്ലാം അത് അനുകൂലിക്കുന്നു എന്ന് സമർത്ഥിക്കുന്നത് ഈ വിഭാഗം ആളുകളാണ്. അതോടൊപ്പം അത് നിഷിദ്ധമാണ് എന്നാണ് ഇവർ ഈ പക്ഷം വാദിക്കുന്നത്. ഓരോരുത്തരൊന്ന് പേഴ്സണലായിട്ട് പരിചയപ്പെടുത്താം. പേരും CSC നമ്പർ ഒന്ന് പറയാം. മുഹമ്മദ് സലാഹുദ്ദീൻ 16502. മുഹമ്മദ് നാജിക്ക 16451. സയ്യിദ് മുഹമ്മദ് ജസീം 16475. അഹമ്മദ് തൻസീം VK 16473. അപ്പോൾ നമ്മുടെ ഡിബേറ്റിൻ്റെ ഒരു രീതി, ഫോർമാറ്റ് ആദ്യം പറയാം. നമ്മൾ 4 പേരാണുള്ളത്. സ്വാഭാവികമായിട്ടും 40 മിനിറ്റാണ് ഡിബേറ്റ് ഉണ്ടാകുക ടോട്ടലി. ആരംഭത്തിൽ ഓരോരുത്തരും ഒരു 2.5-3 മിനിറ്റ് വീതം ആമുഖം സംസാരിക്കുക. അവസാന ഭാഗത്ത് ഒരു 1.5 മിനിറ്റിൽ ഓരോരുത്തരും കൺക്ലൂഡ് ചെയ്യുക. ഇതിനിടയിലുള്ള സമയം ഓപ്പൺ ഡിഫെൻസ് ആയിരിക്കും. ഓരോരുത്തരും അവരുടെ പക്ഷം ഒതൻറ്റിക്കായിട്ട് നക്കലുകൾ അതിൻ്റെ ഒതൻറ്റിക് സോഴ്സ് ഭാഷയിൽ ഉദ്ധരിച്ചിട്ട് സമർത്ഥിക്കുക. ഇങ്ങനെയാണ് വേണ്ടത്. ഇൻഷാ അല്ലാഹ് ഇനി സ്റ്റാർട്ട് ചെയ്യാം. ഈ ഭാഗത്തു നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനം നിറഞ്ഞ മോഡറേറ്റർ, പ്രിയം നിറഞ്ഞ സംവാദകരെ, ഈ കാലഘട്ടത്തിൽ സിനിമകൾ ഒരു ശക്തമായ രീതിയിലുള്ള മാധ്യമമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. ഇതുവരും ഒരു വിനോദം മാത്രമായിട്ടല്ല, വിദ്യാഭ്യാസപരമായിട്ടും സാമൂഹ്യപരമായിട്ടും എല്ലാ കാര്യങ്ങളായിട്ടും സമൂഹത്തിന് വലിയ സന്ദേശങ്ങൾ നൽകാനൊക്കെ സിനിമക്ക് കഴിയുന്നുണ്ട്. ഇസ്ലാം ഒരു സമതുലിതമായ മതമാണ്. അതായത് ആൾക്കാരൊന്നും ബുദ്ധിമുട്ടിക്കാതെ മനുഷ്യരുടെ അവകാശങ്ങളും ആവശ്യങ്ങളൊക്കെ പരിഗണിക്കുന്ന ഒരു മതമാണ്. അതിനാൽ സിനിമയിലെ ഉള്ളടക്കം നല്ലതും ഇസ്ലാമിൻ്റെ മൂല്യങ്ങൾക്ക് വിരുദ്ധമല്ലാത്തതുമായി കഴിഞ്ഞാൽ അതിന് നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും. അതായത് എല്ലാ സിനിമകളും കാണണം എന്നല്ല ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിനെ നമുക്ക് മനുഷ്യരാണ്, അതിനെ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാനൊക്കെ പറ്റും. മറ്റു മീഡിയകൾ നോക്കുമ്പോൾ ഇപ്പോൾ എഴുത്തായാലും അതുപോലെ തന്നെ വായന, അതുപോലെ തന്നെ നമ്മുടെ നാടകം, ഇതൊക്കെ ഹലാലാണ്. അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു എലാബറേറ്റ് ചെയ്തിട്ടുള്ള വെർഷനാണ് സിനിമ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു വലിയൊരു ഇതാണ് സിനിമ എന്ന് പറയുന്നത്. നമുക്ക് മ്യൂസിക് ഇല്ലാതെ മൊഡസ്റ്റ് കണ്ടൻറ്റുകളൊന്നും ഇല്ലാണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിനിമ അത് ഇതാക്കാൻ പറ്റും. ഇസ്ലാമികമായിട്ട് ഒരു ഫിലിം ഇൻഡസ്ട്രി ഒക്കെ തുടങ്ങിയെങ്കിൽ അത് സാമ്പത്തികമായിട്ടും വലിയ രീതിയിലുള്ള പുരോഗതിയും മറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് നേടിയെടുക്കാനൊക്കെ കഴിയും. അപ്പോൾ ഈ വശത്തു കൂടെ ഒക്കെ നോക്കുമ്പോൾ സിനിമയെ പൂർണ്ണമായും നിരോധിക്കേണ്ടതില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി ഇത് കൂടുതൽ നമുക്ക് സംസാരിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് സിനിമ അല്ലെങ്കിൽ അഭിനയം, അത് ആ വിഷയത്തിൽ ഇസ്ലാമിലെ നിലപാട്. ഇതിൽ തീർത്തും നേരെ ഒരു ഉത്തരം പറയാൻ കഴിയില്ല, കാരണം ഇതിൽ ചർച്ച ചെയ്യാൻ മാത്രമുണ്ട്. നമ്മൾ പറഞ്ഞു വരുമ്പോൾ സിനിമ എന്നുള്ളത് സ്വതന്ത്രമായിട്ട് ഹറാമാക്കിയൊന്നല്ല, അതൊരു മീഡിയ മാത്രമാണ്. ഒരു
കത്തി ഉപയോഗിച്ച് എന്താക്കാൻ കഴിയും? സാധനങ്ങൾ മുറിക്കാൻ കഴിയും. അതേപോലെ എന്താക്കാൻ കഴിയും? ഒരു മനുഷ്യനെ കൊല ചെയ്തിട്ട് ഒരു കൊലക്കേസ് നടത്താനും കഴിയും. ആ കത്തി കൊണ്ട് തന്നെ ഉപയോഗമുണ്ട്, എന്ത്, അതുപോലെ ഉപദ്രവമുണ്ട്. ഇതുപോലെ തന്നെയാണ് സിനിമൻ്റെ വിഷയത്തിലേക്ക് വരുമ്പോഴും എന്ത്, ഓരോ കാര്യങ്ങളിലും അതിൻ്റെ നല്ല വശം ഉണ്ടാവും, അതുപോലെ തന്നെ എന്താവും, നെഗറ്റീവ് ചീത്ത വശങ്ങളും ഉണ്ടാവും. പിന്നെ ഖുർആനിൽ പറയുന്നുണ്ട് എന്ത്, കുൽ ഉഹില ലക്കുമു ത്വയ്യിബാത്ത് മായത സൂറത്തിൽ എന്താണ്, അള്ളാഹു നിങ്ങൾക്ക് എന്താണ് നല്ല കാര്യങ്ങളൊക്കെ ഹലാലാക്കി തന്നെ. അപ്പം ഹറാമിനെ പ്രത്യേകം എടുത്തു പറഞ്ഞു, ബാക്കിയുള്ളതൊക്കെ എന്താണ് നമുക്ക് ഹലാലാക്കി തന്നാണ്. ഈ ഒരു മുഖേന എന്താണ് നമുക്ക് അഭിനയം, ഈ സിനിമ എന്നുള്ളത് എന്താണ് നേരെ എവിടെയും ഹറാമാക്കിയിട്ടില്ല. സിനിമ വഴി എന്താ കഴിയും, ആളുകൾ ഇന്ന് ഏറ്റവും യുവാക്കളും മറ്റ് ജനതയും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു മാധ്യമമാണ് സിനിമ എന്നുള്ളത്. ആ സിനിമ എന്താണ്, അപ്പം ആ സിനിമയിലൂടെ എന്തെങ്കിലും ഒരു കൾച്ചർ, എന്തെങ്കിലും ഒരു നല്ല കാര്യം പ്രചരിപ്പിക്കാൻ കഴിയുകയാണെങ്കിൽ ആ സിനിമ കൊണ്ട് സമൂഹത്തിന് വളരെയേറെ നേട്ടമാണ് ഈ കാലഘട്ടത്തിലുള്ളത്. ആ സിനിമയിലൂടെ ഒരു നല്ല സന്ദേശം നൽകുകയാണെങ്കിൽ ആ സിനിമ മുഖേന എന്താവും, ആ യുവാക്കൾ, സിനിമ എന്നുള്ളത് എന്താണ് ഇന്ന് ആളുകളെ കയ്യിലെടുത്ത ഒന്നാണ്. അതിനെന്താണ് അതിൽ നല്ല കണ്ടൻറ്റ് എന്താണ് നമുക്ക് തിരിച്ചറിയാനും ഉള്ള ബുദ്ധി മനുഷ്യർക്കുണ്ട്. അത് വെച്ചിട്ട് നല്ല കണ്ടൻറ്റ് അതിലൂടെ പ്രചരിപ്പിക്കാനും അത് ആ യുവാക്കൾ മറ്റ് സമൂഹങ്ങളിലേക്ക് എത്തുകയും ചെയ്യുന്നതിലൂടെ സിനിമ എന്നുള്ളത് എന്താണ്, സിനിമ അല്ലെങ്കിൽ അഭിനയം എന്നുള്ളത് ഓരോരുത്തർക്കും ഒരു അംഗീകരിക്കാൻ കഴിയുന്ന നല്ലൊരു കാര്യമായിട്ട് തന്നെയാണ് പറഞ്ഞു വെക്കാനുള്ളത്. സിനിമ എന്താണ് ഈ നിലക്ക് ഒരിക്കലും ഹറാമല്ല. ബാക്കി ചർച്ച ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളിന്ന് ചർച്ചയ്ക്കെടുത്തിട്ടുള്ള വിഷയം സിനിമ, നാടകം, ഇസ്ലാമിൻ്റെ വീക്ഷണം എന്നുള്ളതാണ്. ഇത് സാധാരണഗതിയിലുള്ളൊരു വിനോദ പർപ്പസായിട്ട് സിനിമയെ മാറ്റാൻ ആഗ്രഹിക്കുന്നില്ല. മറിച്ച് മനുഷ്യൻ്റെ ഈമാനിൻ്റെയും മനുഷ്യ ജീവിത രീതിയുടെയും മാത്രമല്ല അടുത്തൊരു ജനറേഷനെ സംബന്ധിച്ചിട്ടുള്ള ഒരു ഗൗരവമേറിയ ഒരു വിഷയമാണ് സിനിമ അല്ലെങ്കിൽ നാടകം, മനുഷ്യജീവിതത്തിലുള്ള ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ വിചിന്തനം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുൻകാല ചരിത്രങ്ങളും ഇപ്പോൾ പ്രസൻ്റായിട്ട് നടക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു പുനർവിചിന്തനം നടത്തുമ്പോൾ അത് മനുഷ്യൻ്റെ, മുസ്ലിമിൻ്റെ എന്ന് മാത്രമല്ല മനുഷ്യൻ്റെ ജീവിതശൈലിയെ എത്രത്തോളം അധഃപതനത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാകുന്ന കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, വമിനന്നാസി മൻ യശ്രി നഫ്സഹു വമിനന്നാസി മൻ യശ്തരി ലഹ്വൽ ഹദീസി ലിയുദില്ല അൻ സബീലില്ലാ. ഈ ആധുനിക പണ്ഡിതന്മാർ ഈ ലഹ്വിനെ കുറിച്ച് പറയുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി എണ്ണുന്നത് ഈ സിനിമ വിനോദത്തെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഈ സിനിമ ഇൻഡസ്ട്രി അതിൻ്റെ വലിയൊരു ഭാഗവത്തായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മോട് തന്നെ ചോദിക്കണം, ഈ സിനിമ കൊണ്ട് മനുഷ്യൻ്റെ ഈമാന് വർദ്ധിക്കുകയാണോ ചെയ്തത് അതോ അത് താഴ്ത്തപ്പെടുകയാണോ ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ സിനിമ എന്ന് പറയുന്നത് കള്ളത്തരത്തെ അത് അഭിനയമാക്കുകയാണ്. അതുപോലെ അനാചാരത്തെ അതെന്ത് ചെയ്യുകയാണ്, ഒരു എൻ്റർടൈൻമെൻറ്റായി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഹറാമ് എന്നുള്ളത് അതൊരു നോർമൽ ലൈഫ് സ്റ്റൈലായിട്ട് മനുഷ്യർ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമുക്കിതിൽ സംവദിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഏറ്റവും ബഹുമാനം നിറഞ്ഞ മോഡറേറ്റർ, മറ്റു സഹസംവാദകർ, നാം ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഇസ്ലാമിൽ സിനിമയുടെയും നാടകത്തിൻ്റെയും സ്ഥാനത്തെക്കുറിച്ചും അതിൻ്റെ മൂല്യത്തെക്കുറിച്ചും സംസാരിക്കാനാണ്. അത് നല്ലതാണോ പാടുണ്ടോ എന്ന് എതിർത്തുകൊണ്ടാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. ഈ ആധുനിക കാലത്ത് ഇസ്ലാമിൻ്റെ മൂല്യങ്ങളും അതിൻ്റെ മൊറാലിറ്റിയും പിടിച്ചുകൊണ്ട് നടത്തുന്ന നാടകങ്ങളാണെങ്കിലും അതിനെ അതിൻ്റേതായ രീതിയിൽ കാണുകയാണെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുകയാണ് നമ്മുടെ ഇസ്ലാം ചെയ്യുന്നത്. പക്ഷേ
ഈ കാലത്ത്, ഈ ആധുനിക കാലത്ത് പഴയ കാലങ്ങളിൽ പിന്തുടർന്നതുപോലെയല്ല ഈ ആധുനിക കാലത്ത്. സിനിമയാണെങ്കിലും മറ്റു സാങ്കേതിക വിദ്യയുടെ വളർച്ച കാരണം അതിലെ സ്ത്രീ കലർച്ചയും സ്ത്രീ പുരുഷ കലർച്ചയും മറ്റു സംഗീതത്തിൻ്റെയും ഉപകരണങ്ങളുടെയും ഉപയോഗവും നല്ല രീതിയിലല്ല ഉപയോഗിച്ചു പോകുന്നത് എന്ന കാരണത്താൽ അതുകൊണ്ടാണ് ഇസ്ലാം അതിനെ എതിർത്തു കാണിക്കുന്നത്. അതുകൊണ്ടാണ് പണ്ഡിതരും മറ്റും ഇതിനെ എതിർക്കുന്നത്. ഇപ്പോൾ സുഹൃത്ത് പറഞ്ഞതുപോലെ കത്തിയുടെ ഉപയോഗം എങ്ങനെയാണോ ഉപയോഗിക്കുന്നത് അതിൻ്റെ അനുസരിച്ചായിരിക്കും അതിൻ്റെ വിധി ഉണ്ടാവുക. അതുപോലെ തന്നെ ഇസ്ലാമിക വീക്ഷണത്തിൽ അതിൻ്റേതായ രീതിയിൽ അതിൻ്റെ മൊറാലിറ്റി നഷ്ടപ്പെടാതെയാണെങ്കിൽ മാത്രമേ അത് അനുവദനീയമാകുള്ളൂ. അല്ലെങ്കിൽ തീർത്തും ഹറാമിലേക്കും മറ്റും കടക്കാൻ സാധ്യതയുണ്ട്. ഒരു മുഅ്മിനിൻ്റെ ജീവിതം എന്നത് കേവലം ദുനിയവിയായ സമയം പാഴാകുന്ന ഒരു കാര്യത്തിലൂടെ കടന്നു പോകാനുള്ളതല്ല. മറിച്ച് ഒരു മുസ്ലിമായ വ്യക്തിയുടെ ജീവിതം എന്നത് പരലോക ജീവിതത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ മണിക്കൂറുകളോളം ചെലവഴിക്കുന്ന ഈ സിനിമ പോലെയും നാടകം പോലെയുള്ള കാര്യങ്ങളിലൂടെ സമയം നഷ്ടപ്പെടുത്തുന്നത് തീർത്തും നല്ലതല്ല, ഹറാമിലേക്കും മറ്റു വഴികേടിലേക്കും തിരിക്കുമെന്നാണ് വാദിക്കുന്നത്. അടുത്ത സംവാദത്തിൽ ബാക്കി സംസാരിക്കാം. ഇസ്ലാമിൽ ഒരു കാര്യം ഹറാമാണെന്ന് തെളിവില്ലെങ്കിൽ അത് അടിസ്ഥാനമായിട്ട് അനുവദനീയമാണ് എന്നുള്ള രീതിയിലാണ്. ഈ സിനിമയെ അങ്ങനെ ഹറാമാക്കിയിട്ടൊന്നുമില്ല. അപ്പോൾ സുഹൃത്ത് നേരത്തെ പറഞ്ഞു ഉദ്ദേശമാണ് പ്രധാനം എന്നുള്ളതൊക്കെ സുഹൃത്ത് നേരത്തെ പറഞ്ഞാണ്. അപ്പോൾ നല്ല സന്ദേശം നൽകുന്നതിന് വേണ്ടിയിട്ട് നല്ല സിനിമകൾ എടുക്കാൻ പറ്റുന്നതാണല്ലോ. നല്ല മൂല്യങ്ങളുള്ള സിനിമകൾ എടുക്കാൻ അനുവദനീയമാണ്. പിന്നെ ഇത് പ്രധാനമായിട്ടും നമുക്ക് ഈ സിനിമയൊക്കെ ദൈവത്തിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്താൻ കഴിയും. ഈ കാലഘട്ടത്തിൽ സിനിമകൾ വഴി ഇസ്ലാം ലോകത്തിന് നമുക്ക് ഇസ്ലാമിനെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കാൻ നമുക്ക് സാധിക്കുന്ന ഒന്നാണ്. ഇന്നിപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഈ ഫിലിം എന്ന് പറയുന്ന ഈ സംവിധാനമൊക്കെ. അപ്പോൾ നമുക്ക് ഇസ്ലാമിക ചരിത്രങ്ങൾ, അതുപോലെ തന്നെ പ്രവാചകന്മാരുടെ ജീവിതങ്ങൾ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സിനിമ വഴി പുറത്തെത്തിക്കാൻ പറ്റും. അതിലൂടെ ഇസ്ലാമിനെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കാൻ കഴിയും. പക്ഷേ ഇപ്പോൾ സുഹൃത്ത് പറഞ്ഞ പോലെ തന്നെ ആണ് ദഅവത്തിലൂടെ ഇസ്ലാമിൻ്റെ ദഅവത്ത് ഇതിലൂടെ പ്രചരിപ്പിക്കാൻ കഴിയുമെന്നാണ്. പക്ഷേ നമുക്ക് ഈ സിനിമയുടെ ഈ ഗതികേട്, ഈ ഒരു കാര്യം മനസ്സിലാക്കുകയാണെങ്കിൽ പഴയ കാലത്തെ സിനിമ പോലല്ല ഈ കാലങ്ങളിൽ. അതിൻ്റെ ഇപ്പോൾ സ്ത്രീ പുരുഷ കലനം മിശ്രിതമാണെങ്കിൽ പോലും സംഗീതമാണെങ്കിലും അത് അതിൻ്റെ അപ്ഡേറ്റഡ് ആയ വേർഷനിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമേ അത് ജനങ്ങൾ ഏറ്റെടുക്കുകയും വിജയിക്കുകയും ചെയ്യുള്ളൂ. അതല്ലാത്ത രീതിയിലാണെങ്കിൽ അതൊരിക്കലും വിജയമാവില്ല. അപ്പോൾ ഈ ദൈവത്ത് എങ്ങനെ ഇതിൽ സാധ്യമാകും? യഥാർത്ഥത്തിൽ ഇതിനോട് ആഡ് ഓൺ ചെയ്ത് പറയാണ്, യഥാർത്ഥത്തിൽ ഒരു കാര്യത്തിൽ നല്ലത് ഏത് ചീത്തത് ഏതാണ് കൂടുതൽ എന്നൊരു കമ്പാരിസൺ നടത്താറുണ്ട്. ഇപ്പോൾ ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കള്ള് ഹറാമാക്കുന്നത് എങ്ങനെയാണ്, അതിൻ്റെ ബെനിഫിറ്റ് എങ്ങനെയാണ്, ഖുർആൻ നസ്സായി വന്നതാണ്. ബെനിഫിറ്റാണോ കൂടുതൽ അതോ ബെനിഫിറ്റ് അല്ലയോ നേരെ ഓപ്പോസിറ്റാണോ കൂടുതൽ എന്ന് നോക്കിയിട്ടാണ്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലായി എന്ത് ബെനിഫിറ്റ് അല്ല മറ്റേതാണ് കൂടുതൽ. സോ കള്ള് ഹറാമാക്കി. ഇനിയിപ്പോൾ അത് നമ്മൾ മെഡിക്കൽ പർപ്പസിനാണെങ്കിൽ കൂടി അതിനെക്കാട്ടിയും കൂടുതൽ എന്താണ് ബെനിഫിറ്റ് അല്ല കൂടുതൽ വരുന്നത്, അതുകൊണ്ടാണ് ഹറാമാക്കിയത്. അത് സ്വാഭാവികമായിട്ട് നമ്മൾ ഈ സിനിമയുടെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ചുരുക്കം ചില കാര്യങ്ങൾ മാത്രം നമുക്ക് ബെനിഫിറ്റായിട്ട് പറയാമെങ്കിലും ബാക്കിയുള്ളതൊക്കെ അതിനപ്പുറത്തേക്കാണ്. സോ അതിന് ഒഴിവാക്കലല്ലേ ഹൈർ എന്നുള്ളതാണ് ചർച്ച വരുന്നത്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ ഭൂരിഭാഗവും പറഞ്ഞത് എന്ത് ഇസ്ലാമിൽ സിനിമ ന്യൂഡിറ്റി ഇമ്മോർട്ടാലിറ്റീസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അധികമായി വരുന്നത് കൊണ്ട് തന്നെ ഇസ്ലാം സിനിമയെ റദ്ദ് ചെയ്യുന്നുണ്ടെന്നുള്ളത്. പിന്നെ അതോടുകൂടി ഒരു ക്വസ്റ്റ്യനും കൂടെ അതിനോട് ആഡ് ഓൺ ചെയ്ത് ചോദിക്കാണ്ട്, സഹീഹ് ബുഖാരിയിൽ വന്നതാണ് ഈ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസൊക്കെ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പൂർണ്ണമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, റദ്ദ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ സിനിമ ഇതിൽ കൂടുതലായിട്ട് ഈ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് വരാത്ത സിനിമകൾ നിലവിൽ
കണ്ടത് ചുരുക്കമാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറയാം. ആദ്യം പറയാനുള്ളത് വെച്ചാൽ ഈ സിനിമ എന്നുള്ളത്, ആദ്യം സിനിമ ഡെഫിനിഷൻ പറഞ്ഞുതരാം. എ സീരീസ് ഓഫ് മൂവിങ് പിക്ചേഴ്സ് യൂഷ്വലി ഷോൺ ഇൻ എ സിനിമ ഓർ ഓൺ ടെലിവിഷൻ ആൻഡ് ഓഫൻ ടെല്ലിങ് സ്റ്റോറി. ഈ കാംബ്രിഡ്ജ് പറഞ്ഞ നിർവചനമാണ്. സിനിമ ഉള്ള എന്താണ്, ഒരു ചലിക്കുന്ന ചിത്രകലയാണ്, അല്ലാതെ എന്തല്ല. അതപ്പം ഏത് രീതി കൊണ്ടുപോകണം, അത് നമ്മൾ ആദ്യം പറഞ്ഞു. അത് നല്ല രീതി കൊണ്ടുപോവുകയാണെങ്കിൽ എന്താണ്, അത് നല്ലതാണ്. തെറ്റായ രീതിയിലേക്ക് അത് കൊണ്ടുപോകുമ്പോൾ വശം മാത്രമാണ് എന്ത് തെറ്റ് വരിക എന്നുള്ളത്. അപ്പം ഈ ഫിലിമിൽ നല്ല കാര്യങ്ങൾ, അഥവാ എത്രത്തോളം ഒരു സമൂഹത്തിന് ഇന്ന് ഇമ്പാക്റ്റ് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു മാധ്യമമാണ് ഇന്ന് ഫിലിം എന്നുള്ളത്. ആ നിലക്ക് ആ ഫിലിമിൽ എത്രത്തോളം എന്താണ് നല്ല ചിന്ത, മൊറാലിറ്റി കൊണ്ടുവരാൻ കഴിയുകയാണെങ്കിൽ അത് തന്നെയല്ലേ ഇന്ന് സമൂഹത്തിൽ കൂടുതൽ ഇമ്പാക്റ്റ് ചെയ്യാനും, അതുപോലെ ഒരു സമൂഹത്തിലെ ആളുകൾക്ക് ഇസ്ലാമിക ചരിത്രം വരെ മനസ്സിലാക്കാൻ മാത്രം എന്താണ് ഈ സിനിമ കൊണ്ട് കഴിയില്ലേ എന്നാണ് ചോദിച്ചേക്കാനുള്ളത്. പിന്നെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ചോദിച്ചു. മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റിൽ ചില ഇൻസ്ട്രുമെൻറ്റ്സ് നിബിധങ്ങൾ നിരോധിച്ചിട്ടുണ്ട്, അത് ശരിയാണ്. അതേ സംബന്ധിച്ച് എന്താണ്, നിരോധിക്കാത്ത ധാരാളം ഇൻസ്ട്രുമെൻസും ഇസ്ലാമിൽ തന്നെ ഉണ്ട്. എന്ത് അനുവദിച്ച ധാരാളം കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ നിലയ്ക്ക് മ്യൂസിക് കൊണ്ടുപോവുകയാണെങ്കിൽ എന്താണ് ആ നിലക്കും എന്തില്ല, സിനിമയിൽ പ്രശ്നം വരുന്നില്ല. സിനിമ എന്നുള്ള എല്ലാത്തിൻ്റെയും നെഗറ്റീവ് വശം എടുക്കുമ്പോൾ മാത്രമാണ് എന്താവുന്നത് ഈ ഫിലിം എന്നുള്ളത് ഒരു പ്രശ്നത്തിൻ്റെ ഇതായി മാറുന്നത്. പിന്നെ കള്ളിൻ്റെ വിഷയം എന്നുള്ളത് ഖുർആനിൽ എന്താണ് നെസ്സായിട്ട് ഹറാമാക്കിയതാണ്. അതെന്തല്ല, ഇതുമായിട്ട് ഒന്ന് യോജിപ്പിക്കാൻ പറ്റിയ വിഷയമല്ല. ഖുർആനിൽ എന്താണ് അവിടെ കാല ഫിഹിമ ഇസ്മുൻ കബീറുൻ മനാഫിഉൻ ലിന്നാസി അക്ബറു മിൻ നഫ്ഇഹിമ. ആ ആയത്തിലൂടെ എന്താണ് ഉപകാരം കൂടുതലും നിങ്ങൾ പറഞ്ഞ വിഷയത്തെക്കുറിച്ച് അങ്ങനെയാണ് എന്ത് അത് നെസ്സായിട്ട് ഹറാമായതാണ്. അല്ലാതെ അതെന്തല്ല സിനിമ അല്ലെങ്കിൽ അഭിനയം എന്ന വിഷയത്തോട് കമ്പയർ ചെയ്യാൻ കഴിയില്ല. കാരണം സിനിമ ഹലാലാണ് എന്നുള്ളതിന് ധാരാളം തെളിവുകൾ പറയുന്നുണ്ട്. ഒന്ന്, നബി തങ്ങളെ ഹദീസിൽ പല സന്ദർഭവും നമുക്ക് കാണാവുന്നതാണ്. എന്ത് നബി തങ്ങൾ ചൂണ്ടിക്കാണിച്ചു, ആംഗ്യം കാണിച്ചു, ചിരിച്ചു. ആ ഒരു ഇതിലൂടെ സഹാബാക്കൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയാണ്. അത് നബി തങ്ങളൊരു അഭിനയം. അതേപോലെ എന്താണ് പിന്നെ മലക്ക് ജിബ്രീൽ വന്നതെല്ലാം ദഹിയത്തുൽ കൽബി എന്ന ഒരാളെ വേഷത്തിലാണെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പം അത് എന്താണ് മലക്ക് വരുന്നത്, അതും എന്താണ് ഈ അഭിനയം ശരിയാണ്, അഭിനയം പറ്റൂല എന്നുള്ളതിന് നമുക്ക് എന്താക്കാനില്ല, അഭിനയം പറ്റൂല ഒരിക്കലും പറയാൻ കഴിയില്ല. അഭിനയം തീർത്തും ശരിയാണുള്ളതിന് എന്താണ് തെളിയിക്കണമാണ് എന്ത് മലക്ക് ജിബ്രീൽ ദിഹിയത്തുൽ കൽബി എന്ന സ്വഹാബിൻ്റെ വേഷത്തിലാണ് നബി തങ്ങളുടെ അടുത്തേക്ക് വന്നത്. ഇതൊക്കെ നമുക്ക് എന്താണ് അഭിനയം പറ്റുന്നുള്ളതിന് തീർത്തും പറ്റിയ കാര്യങ്ങളാണ്. പിന്നെ ഈ പറഞ്ഞ വിഷയമാണ് ഹറാമ് എന്ത് വരുന്നോ അത് ഹറാമാണ്. ബാക്കി സിനിമ ഇതുകൊണ്ട് സിനിമ ഹറാമാക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇതിനോട് കൂട്ടിച്ചേർത്ത് പറയാനുള്ളത്, ഇപ്പോൾ ഖുർആനിലൊക്കെ നമുക്ക് എന്താണ് ഒരുപാട് കഥകൾ, കിസ്സകൾ കാണാൻ കഴിയുമല്ലോ. അതുപോലെ അതിൻ്റെ ഒരു ആൾക്കാർക്ക് നല്ല ധാർമ്മികമായ നല്ല സന്ദേശങ്ങൾ നൽകുന്ന പുതിയൊരു വെർഷനാണ് ഈ സിനിമ എന്ന് പറഞ്ഞാൽ. ഖുർആനായിട്ട് താരതമ്യം ചെയ്യല്ല, ഒരു വെർഷനാണ് സിനിമ എന്ന് പറയുന്നത്. ഇസ്ലാമിൽ മനുഷ്യൻ്റെ സമയത്തെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്, കണ്ണിനെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. വിശുദ്ധ ഖുർആനിലുള്ള ആയത്തുണ്ട്, ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. അപ്പോൾ നമ്മൾ സിനിമയിലോട്ട് വരുമ്പോൾ നമ്മൾ ഹറാമായ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, സ്ത്രീകൾ വരുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ എങ്ങനെയാണ് നിങ്ങൾ അനുകൂലിക്കുന്നത്? ആദ്യമേ പറഞ്ഞു വെച്ചു എന്ത് ഇസ്ലാമിൽ ഹറാമായ കാര്യങ്ങൾ ഹറാമാണ്. അത് സിനിമ ഹറാമാക്കേണ്ട ഒരു കാര്യമല്ല. അത് സിനിമയിൽ നല്ല രീതിയിൽ സിനിമ ചെയ്യുന്നുണ്ട്, അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആ സിനിമ ഹറാമല്ല. അതെന്താണ് പൂർണ്ണമായിട്ടും കാണാൻ അല്ലെങ്കിൽ അത് കാണാനും കേൾക്കാനും കഴിയും. ഇസ്ലാമിലൊരു ചിന്ത അല്ലെങ്കിൽ ഒരു ചരിത്രം സിനിമയിലൂടെ യഥാർത്ഥത്തിൽ കളവ് ചേർക്കാൻ ഹറാമാണ്. അപ്പോൾ കളവില്ലാതെ ഒരു അഭിനയം നടത്തിയ ഒരു സിനിമ പ്രസിദ്ധീകരിച്ചു, എന്താ അതിന് തടസ്സം വരുന്നത്? അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ മലക്കുകളുടെ വിഷയം, രൂപമാറ്റം സാദൃശ്യം ആയിട്ടുണ്ടെന്ന്. അപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ ഒരാൾ അഭിനയിക്കുമ്പോൾ അത് അയാളുടെ വ്യക്തിത്വമല്ലല്ലോ, വേറൊരു അഭിനയം എന്ന് പറയുമ്പോൾ വേറൊരു സാദൃശ്യം വരുന്നുണ്ടല്ലോ. അത് മലക്കുകളായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല, കാരണം അവർക്കതൊരു കഴിവാണ്. മനുഷ്യരങ്ങനെയല്ല. അപ്പോൾ നമ്മൾ ഒരു നാടകം നടത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു സിനിമ നടത്തുമ്പോൾ യഥാർത്ഥത്തിലുള്ള അസിലിറ്റുള്ള ഒരു
ഐഡൻറ്റിറ്റിയെ മാറ്റി വേറൊരു ഐഡൻറ്റിറ്റി ആണല്ലോ കൊടുക്കുന്നത്. അപ്പോൾ അതൊരു വഞ്ചനയുടെ രൂപത്തിൽ ഇല്ല, ആവുന്നുള്ള കാരണം ഫാത്തിമ ബീവി നബി തങ്ങളെ നടത്തം അനുകരിച്ച് നടന്നിക്കണെന്നുണ്ട് പറയുന്നുണ്ട്. അപ്പം എന്താണ് അവിടെ എന്താണ് ഒരാളെ അഭിനയിക്കാന്നുള്ളിടത്ത് പ്രശ്നമില്ല. പിന്നെ ഒരു സ്ഥലത്ത് നബി തങ്ങളെ ഒരു കാഫിർ എന്താണ് നബി തങ്ങളെ നടത്തം കളിയാക്കിക്കൊണ്ട് നടന്ന് അനുകരിച്ച സമയത്ത് നബി തങ്ങൾ അതിനെ എതിർക്കുന്നുണ്ട്. അതെന്താണ് ഒരു കളിയാക്കുക. അത് ആദ്യം നമ്മൾ പറഞ്ഞു, ഇസ്ലാമിൽ ഹറാമായ കാര്യം വരുന്നിടത്ത് മാത്രമേ ഇത് ഹറാമാവുന്നുള്ളൂ. ആ ഒരു വ്യക്തിയെ നബി തങ്ങൾ എന്താക്കിയാണ് നാട് കെടുത്തുകയും ശപിക്കുകയും ചെയ്തിരിക്കണം. കാരണം അത് നബി തങ്ങളെ കളിയാക്കി നടന്നുകൊണ്ട്, അല്ലാതെ എന്തല്ല ഒരു നല്ല രീതിയിൽ ഒരാൾ അനുകരിക്കുക എന്ന് പറയുന്നത് എന്തല്ല ഇസ്ലാമിൽ ഒരു നിലക്കും തെറ്റ് വരുന്നൊരു കാര്യമല്ല. ഇപ്പോൾ ഇസ്ലാം എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ ബുദ്ധിമുട്ടുകളെ ഒക്കെ കുറക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു മതമാണ്. വിനോദം മനുഷ്യർക്ക് എന്തായാലും ആവശ്യമുള്ള സംഭവമാണ് ഈ വിനോദവും കാര്യങ്ങളൊക്കെ. ഒരു മനുഷ്യൻ്റെ റിലാക്സേഷൻ ഒക്കെ ആവശ്യമാണ്. അപ്പോൾ ഹലാൽ മാർഗത്തിൽ നമുക്ക് ഇതുപോലെ സിനിമകളും കാര്യങ്ങളൊക്കെ ഇറക്കുകയാണെങ്കിൽ അതൊരു നല്ലൊരു എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ ആവും. ഇപ്പോൾ കൂടുതലും ലെക്ചറിങ്ങിലൂടെയൊക്കെ പുതിയ ന്യൂ ജനറേഷനെ ഇങ്ങോട്ട് നമ്മളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നതിനേക്കാൾ നല്ലതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സ്ക്രീൻ പ്രസൻസൊക്കെ ഉപയോഗിക്കുന്ന ആളുകളാണ് ഈ ജനറേഷനിലുള്ളത്. അപ്പോൾ ഈ വിഷ്വൽ കണ്ടൻറ്റൊക്കെ കൂടുതൽ എടുക്കുമ്പോൾ നമുക്ക് ഏറ്റവും സുഗമമായിട്ടുള്ള രീതിയിൽ പുതിയ തലമുറയെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ ഏറ്റവും ആകർഷകമായ രീതി എന്നുള്ളത് പുതിയ രീതിയിലുള്ള ഇങ്ങനെയുള്ള സിനിമകൾ നിർമ്മിക്കുക എന്നുള്ളതൊക്കെയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ തെറ്റായ കുറേ കാര്യങ്ങൾ സിനിമയിലൂടെ പ്രചരിപ്പിക്കണമൊക്കെ. പക്ഷേ ഇതിനൊക്കെ ഒരു ഇസ്ലാമിക് ഫിലിം ഇൻഡസ്ട്രി തുടങ്ങുകയാണെങ്കിൽ അത് ദൂരമല്ലാത്ത രീതിയിൽ അത് വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ തുടങ്ങുകയാണെങ്കിൽ നല്ല രീതിയിൽ ദൈവത്തിനൊക്കെ അത് ഉപകാരപ്പെടും ഒരു സംഭവമാണ്. അതായത് ഈ അമേരിക്കയിലൊരു പഠനം നടന്നിട്ടുണ്ട്, സൈക്കോളജി ആൻഡ് മീഡിയ സ്റ്റഡി എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പോൾ അതിൽ നിന്ന് അവർ ലാസ്റ്റ് അവസാനമായിട്ട് കൺക്ലൂഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഈ സ്ത്രീകളുടെ ന്യൂഡിറ്റി, പിന്നെ അതേപോലെ നമ്മളെ സദാചാരങ്ങൾ പോലെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, കൂടുതലായിട്ട് സിനിമ മുഖേന ഈ സോഷ്യൽ ജീവിതത്തിൽ പടർന്ന് പന്തലിച്ചിട്ടുണ്ട് എന്നുള്ളൊരു റിപ്പോർട്ടാണ് അവസാനമായിട്ട് വരുന്നത്. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞു ദാവത്തിൻ്റെ ഏറ്റവും വലിയ ടൂളാണ് സിനിമ എന്നുള്ളത്. അത് മാത്രമാണോ, സിനിമ എന്നുള്ളത് മാത്രമാണോ ദൈവത്തിൻ്റെ ടൂൾ എന്നുള്ളത്? അതായത് ഇപ്പോൾ നമുക്ക് വേറെ ഒരു ഓപ്ഷൻ ഖുറാനിലൂടെയും ഹദീസിലൂടെയൊക്കെ ദഅവത്ത് നടത്താനുള്ള ഓപ്ഷനില്ലേ, മറ്റനേകം മാർഗങ്ങളില്ലേ. വീഡിയോകൾ ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ മതപ്രഭാഷണങ്ങൾ നടത്തുന്നു, അത് അക്കാലത്ത് പോസിബിളായിരുന്നു, ഇക്കാലത്ത് പോസിബിളല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, യൂട്യൂബിലോട്ട് അത് മാറ്റി. പോസിബിളാണ്, പ്രശ്നമില്ല. അത് സിനിമ എന്ന് പറഞ്ഞ് വക്രീകരിക്കുമ്പോൾ അതിലും ധാരാളം ഇങ്ങനത്തെ അനിസ്ലാമികമായിട്ടുള്ള കണ്ടൻറ്റുകൾ വരും എന്ന് പറയുമ്പോൾ അത് ഒഴിവാക്കുന്നതല്ലേ നല്ലത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇന്നത്തെ ജനറേഷൻ എന്നുള്ളത് വിഷ്വൽ കണ്ടൻറ്റിനോട് വളരെയധികം അടുത്ത് നിൽക്കുന്ന ഒരു ജനറേഷനാണ്. പിന്നെ ഉള്ളത് മനുഷ്യരാണ്, തിരഞ്ഞെടുക്കാനുള്ള കഴിവുണ്ട്. എന്താണ് ശരി തെറ്റ് എന്നുള്ളതൊക്കെ തിരഞ്ഞെടുക്കാനുള്ള കഴിവുണ്ടാകുമ്പോൾ അത് ഇതിനെ കൂട്ടി ചോദിക്കുകയാണ്, ഈ യൂട്യൂബിൽ അല്ലെങ്കിൽ ഈ പഠിപ്പിക്കുന്ന ഇന്നത്തെ വിദ്യാഭ്യാസ ഏരിയയിൽ ധാരാളം വിഷ്വൽ കണ്ടൻ്റാണ് ഔട്ട് ചെയ്യുന്നത്. വിഷ്വൽ കണ്ടൻ്റാണ് ധാരാളമായിട്ട് ഔട്ട് ചെയ്യുന്നത്. പഠിപ്പിക്കുന്ന ഏരിയ ആണെങ്കിലും മറ്റാണെങ്കിലും അതാണ് ഏറ്റവും കൂടുതൽ യുവാക്കളും കുട്ടികളും എല്ലാവരും ഉൾക്കൊള്ളുന്നത്. ഇങ്ങനെ പറയുമ്പോൾ വിഷ്വൽ കണ്ടൻറ് തന്നെ വേണ്ട, അതൊരു അഭിനയമാണല്ലോ, അതേ വേണ്ടെന്ന് പറയുന്നത് എങ്ങനെ യോജിക്കാൻ കഴിയുക? യൂട്യൂബിൽ കാണുന്ന ക്ലാസ് കേൾക്കുന്നത് അതേപോലെ തന്നെയാണല്ലോ ഇത് വരുന്നത്. ഇസ്ലാമിൻ്റെ പ്രിൻസിപ്പിൾ പറയുന്നത് എല്ലാം ഹലാലാണ്, ഹറാമാക്കിയതൊഴികെ എല്ലാം ഹലാലാണ് എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ പ്രിൻസിപ്പിൾ. ആ നിലക്ക് നോക്കുമ്പോൾ എന്തിനാണ് നമ്മൾ ഹലാലായ ഒരു സാധനത്തിനെ വെറുതെ ഒരു ഹറാമാക്കി കാണിച്ച് ചിത്രീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് എങ്ങനെയൊക്കെ ഉപകാരം എടുക്കാൻ കഴിയുകയാണെങ്കിൽ ആ നിലക്ക് സമൂഹത്തിലേക്ക് അതിനെ ഉപകാരം എടുക്കുന്ന രീതിയിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യുന്നതല്ലേ നല്ലത്. സിനിമയെ വെറുതെ തടയേണ്ട ഒരു ആവശ്യം അവിടെ വരുന്നില്ലല്ലോ. ഇസ്ലാം 6-ാം നൂറ്റാണ്ടിൽ വന്നിട്ട് ഇപ്പോൾ എത്ര നൂറ്റാണ്ടായി കാണും? ഇത്ര കാലയളവിൽ നിങ്ങൾ ഈ പറഞ്ഞ എത്ര സിനിമകൾ നിങ്ങൾക്ക് എണ്ണി പറയാൻ കഴിയും എന്നുള്ളത് അറിയിക്കണം. അതുപോലെ ഞങ്ങളെ ഭാഗത്ത് നിന്ന്
ഇസ്ലാമിനെതിരായിട്ടുള്ള അനിസ്ലാമികമായിട്ടുള്ള ഒരു സിനിമ ഉണ്ടാകും, അതിന് മൊറാലിറ്റി ഉണ്ടാകും. പക്ഷേ അത് അംഗീകരിക്കപ്പെടേണ്ടതാണെന്ന് പറയത്തക്ക വിധമുള്ള സിനിമകളായിരിക്കാം. പക്ഷേ അതിലും അനിസ്ലാമികമായിട്ടുള്ള ധാരാളം കണ്ടൻറ്റുകൾ വരുന്നുണ്ട്. അതൊന്നും വരാത്ത എത്ര സിനിമകൾ നിങ്ങൾക്ക് ഈ ലോകത്ത് 6-ാം നൂറ്റാണ്ട് മുതൽ, ഇപ്പോൾ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോട് കൂടിയിട്ടാണ് സിനിമയുടെ കടന്നുവരവുകളൊക്കെ വരുന്നത്. ആദ്യ ഭാഗത്ത് സൈലൻ്റ് ആയിട്ടുള്ള മിമിക്കുകളായിരുന്നു. പിന്നീട് അതിന് ഓഡിയോകൾ വന്നു. പിന്നെ എക്സ്പോസ് ചെയ്യാൻ തുടങ്ങി, സ്ത്രീകൾ വരാൻ തുടങ്ങി, പിന്നെ ന്യൂഡിറ്റി വരാൻ തുടങ്ങി, അതിൽ കൂടുതൽ ആളുകൾ സീൻ ചെയ്യാൻ തുടങ്ങി, വെബ്സൈറ്റുകൾ എന്ത് ചെയ്തു, ട്രാഫിക് വരാൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ എത്ര സിനിമകൾ നിങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ മുസ്ലിം ആവട്ടെ എടുത്തു വെച്ചിട്ടുണ്ട്, അത് എത്രത്തോളം ഇസ്ലാമിന് ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ പറയണം. ഞാൻ ആദ്യം പറഞ്ഞു വെച്ചെന്ത് അതിനോട് കൂട്ടിച്ചേർത്തി പറയണം. അപ്പോൾ വമിനന്നാസി മയ്യസ്തരി ലഹ്വൽ ഹദീസി ലിയുളില്ല അൻ സബീലില്ലാഹി ബിഗൈരി ഇൽമിൻ വയത്തഖിദഹ ഹുസുവൻ ഉലൈക ലഹും അദാബുൻ മുഹീൻ. ലുഖ്മാൻ സൂറത്തിൽ ഒരായത്താണിത്. ഇതിൽ പറയുന്നത് ഈ മനുഷ്യർ ചിലർ അറിവില്ലാതെ അള്ളാഹുവിൻ്റെ കാര്യങ്ങൾ തെറ്റായ രീതിയിൽ ചിത്രീകരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അവർക്ക് അദാബുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ നേരത്തെ സുഹൃത്ത് പറഞ്ഞ് ഈ ലഹുവിൻ്റെ കാര്യം, വിനോദങ്ങൾ അനാവശ്യമായിട്ട് ഈ വിനോദങ്ങൾ ചെയ്യുന്നതിലൂടെ തെറ്റായ ആശയങ്ങളല്ലേ ഇപ്പോൾ ജനങ്ങൾക്കും മറ്റും മനസ്സിലാവില്ലേ. അപ്പോൾ ഈ കാലത്ത് അത് പിന്തുടരുകയാണെങ്കിൽ അങ്ങനെ അതിലൂടെ ഇങ്ങനെ ദഅവത്ത് ചെയ്യുക. ആദ്യം പറഞ്ഞു വെച്ചെന്ത് ഹറാമായ കാര്യങ്ങൾ ഔട്ട് ചെയ്യുന്നത് മാത്രമാണ് ഹറാമാവുള്ളൂ. നമ്മൾ ഫിലിം ഉള്ളത് ആദ്യം സുഹൃത്ത് ചോദിച്ചു എന്ത് ഇതുവരെ ഇറങ്ങിയ 6-ാം നൂറ്റാണ്ട് മുതൽ ഇതുവരെ ഇറങ്ങിയ ഫിലിമുകളുണ്ടോ. ഫിലിം ഉള്ളതിന് ആദ്യം ഞാൻ പറഞ്ഞു വെച്ചത് നിർവചനം എന്താണ്, ചലിക്കുന്നൊരു വിഷയമാണെന്ന് കാംബ്രിഡ്ജ് അതിന് നിർവചനം നൽകി. ആ നിലക്ക് അതാണ് ഇപ്പോൾ ആദ്യം നമ്മൾ പറയുന്നത്. ഏതൊരു വീഡിയോ ആയിക്കോട്ടെ, ഏതൊരു കാര്യം ആയിക്കോട്ടെ, എല്ലാം എന്താണ് ഈ നിലക്ക് ഫിലിമിൽ കൊടുത്താം. ഈ നമ്മൾ ഒരു 10 ഫിലിം ഒഴികെ ബാക്കി ഇസ്ലാമിക ഹിസ്റ്ററികൾ ധാരാളം ഇന്ന് അവൈലബിൾ ആണ് യൂട്യൂബിലും മറ്റും. അത് നല്ല കണ്ടന്റ് അല്ലേ? അതുപോലെ പഠന രംഗത്ത് ഇഷ്ടംപോലെ നല്ല കണ്ടന്റുകൾ ലഭ്യമാവുന്നില്ലേ? അതിനെ എതിർക്കുന്നില്ല. ഞങ്ങൾ പറഞ്ഞത് എന്താണ്, സിനിമ ഇൻഡസ്ട്രി എന്നുള്ളത് കൂടുതലായിട്ടും എന്താണ് ഇസ്ലാമിനെതിരായിട്ടാണ് വരുന്നത്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മളെ നാട്ടിൽ കേരളത്തിൽ ഉള്ള ട്രെൻഡ് എന്താണ്, മുടി വെട്ടുന്നത് എങ്ങനെയാണ്, ഡ്രസ്സിൻ്റെ കൾച്ചർ എങ്ങനെയാണ് വരുന്നത്. പണ്ട് കാലത്ത് വന്നിരുന്ന ഒരു ട്രെൻഡ്, അത് അന്നത്തെ സിനിമയുടെ ഇൻഫ്ലുവൻസ് പ്രകാരം എന്തായിരുന്നു. ഇപ്പോൾ ചെറിയൊരു ഉദാഹരണം പറയാം, നമ്മുടെ പാൻറ്റിൻ്റെ കാര്യം. അന്ന് പണ്ട് 19s ഉണ്ടായിരുന്ന ഡ്രസ്സാണ് ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, ട്രെൻഡ് ആയിരുന്നുണ്ട്. അതിൻ്റെ കുറച്ച് മിഡിലായിട്ട് വന്നിരുന്നത് എന്ത് ചെയ്യുന്നു, വേറൊരു ട്രെൻഡായിരുന്നു. ഇതൊക്കെ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ആയിട്ട് വരുന്നത്, സിനിമയിലൂടെയാണ് വരുന്നത്. അത് എങ്ങനെ വരുന്നു, പാശ്ചാത്യ ലോകത്തുനിന്നാവട്ടെ മറ്റ് ഏത് രാജ്യത്തു നിന്നാവട്ടെ ഒക്കെ സിനിമയിലൂടെയാണ് വരുന്നത്. ഇത് ഡ്രസ്സിൻ്റെ കാര്യം ചെറിയൊരു ഉദാഹരണം പറഞ്ഞതാണ്. അതേപോലെ നമ്മുടെ ബുദ്ധിയുമായി ബന്ധപ്പെട്ട് മനസ്സുമായി ബന്ധപ്പെട്ടുള്ള ധാരാളം കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞും അറിയാതെയും എന്ത് ചെയ്യുന്നതിലൂടെ വരുന്നുണ്ട്, സിനിമകളുടെ ഇൻഫ്ലുവൻസ് ആയിട്ട് വരുന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമുക്ക് ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ ചിലപ്പോൾ ഇസ്ലാമിനെതിരായിട്ട് കാണാൻ സാധിക്കുകയില്ല. അപ്പോൾ പാൻറ്റ് അങ്ങനെ ഇട്ടാൽ എന്താ, ഇങ്ങനെ ഇട്ടാൽ എന്താ, മുടി ഇങ്ങനെ വെട്ടിയാൽ എന്താ, മുടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിഷിദ്ധമാക്കിയ എന്താണ്, ജൂതരുടെ വെട്ടരുത് എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ ആരെയാണ് ഫോളോ ചെയ്യുന്നത് എന്നുള്ളത് അതോടെ ഒരു പ്രസക്തമായ ക്വസ്റ്റ്യനാണ്. ചോദ്യം ഒന്നേ ഉള്ളൂ, ഇസ്ലാമിൽ സിനിമ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് നമ്മുടെ ഈമാൻ കൂടിയോ ഈമാൻ കുറഞ്ഞോ എന്നുള്ളതാണ്. നമ്മൾ ദഅവത്തിൻ്റെ ടൂളായിട്ട് സിനിമയെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഇതാണ്, അതിന് ബദൽ സംവിധാനമുണ്ടോ അതോ ഇത് മാത്രമാണോ മാർഗം എന്നുള്ളതാണ്. അതിന് ബദൽ സംവിധാനം ഉള്ളോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. മുമ്പേ നമ്മൾ പറഞ്ഞു വെച്ചെന്ത്, സിനിമ എന്നുള്ളത് ഇന്ന് ആളുകൾ എന്താണ്, നിങ്ങൾ തന്നെ പറഞ്ഞു, ഇന്ന് എന്താണ് സമൂഹത്തിൽ പെട്ടെന്ന് ഇമ്പാക്റ്റ് ചെയ്യുന്ന സാധനമാണെന്ന് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. ആ മുഖേന ദഅവത്ത് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ അതല്ല ഏറ്റവും സമൂഹത്തിന് ഉപകാരം കിട്ടുന്ന ഒരു മാർഗ്ഗമല്ല അത്. മറ്റ് മാർഗ്ഗങ്ങൾ ഇല്ല എന്ന് പറയുന്നില്ല. അതിനേക്കാൾ ഇമ്പാക്റ്റ് സിനിമയിലൂടെ ഒരാൾക്ക് ഒരു ദഅവത്ത്, നിങ്ങൾ തന്നെ പറഞ്ഞു പാശ്ചാത്യ ചിന്ത സിനിമയിലൂടെ ഒന്ന് കൊണ്ടുവന്നു. ആ നിലക്ക് നല്ലൊരു ചിന്ത ആ സിനിമയിലൂടെ കൊണ്ടുവരാൻ കഴിയുകയാണെങ്കിൽ അതന്നല്ലേ ഈ കാലഘട്ടം ഏറ്റവും ഉപകാരപ്പെടുന്ന സംഗതിയല്ലേ ഈ സമൂഹത്തിൽ. ഇപ്പോൾ 1979 കാലഘട്ടത്ത് ഇറാനിലെ ഒരു വിപ്ലവം സംഭവിച്ചു.
അത് ഈ പാശ്ചാത്യ ലോകത്ത് സിനിമകൾ ഇങ്ങനെ കൂടുതൽ വന്നത് ഈ മുസ്ലിം രാജ്യങ്ങൾക്ക് വളരെ ബാധിച്ച്. ആ കാലത്ത് ഇപ്പോൾ തുടക്കകാലത്ത് ഇത് ഇങ്ങോട്ട് സംഭവിച്ചപ്പോൾ അവിടെ കുറേ മുസ്ലിങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെ കുറച്ച് ആൾക്കാർ അതിനെ ഫോളോ ചെയ്യും. അങ്ങനെ ഫോളോ ചെയ്യുന്നതിലൂടെ ചെറിയ രീതിയിൽ സ്റ്റാർട്ടിങ് നല്ല രീതിയിലേക്ക് തുടങ്ങൽ, പക്ഷെ അത് വ്യാപകമായി വന്നതോടുകൂടെ അവിടെ ഉണ്ടായിരുന്ന തിയേറ്ററുകളും മറ്റും വലിയ രീതിയിൽ പ്രക്ഷോഭങ്ങളും ഉണ്ടായി ഇറാനിൽ. അതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്, ഇപ്പോൾ സുഹൃത്ത് പറഞ്ഞത്, ഇസ്ലാം ഹറാമാക്കിയ കാര്യങ്ങളിലൂടെ അല്ലാതെ ആക്കിയാലും അത് ചില ആൾക്കാർ അത് ഏറ്റെടുക്കുകയും മറ്റു ചിലർക്ക് അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കാലത്ത് അത് വലിയൊരു തെറ്റായിട്ട് നിലനിൽക്കുന്നത്. ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കാമോ? അത് ഇപ്പോൾ സിനിമയുടെ തുടക്കകാലങ്ങളിൽ ഈജിപ്തിൽ ആണെന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആ ഭാഗത്താണ് ഈ സിനിമയുടെ തുടക്കം വന്നത്. അതിനുശേഷം അതൊരു ചെറിയ നാടക രീതിയിലായിരുന്നു തുടങ്ങിയത്. അന്നത്തെ മുസ്ലിങ്ങളെല്ലാം അതിനെ സപ്പോർട്ട് ചെയ്യുകയും അത് ഫോളോ ചെയ്യുകയും ചെയ്തു. പക്ഷേ പിന്നീട് അതിങ്ങനെ തുടരെ കാണുന്നതോടുകൂടെ അതിൽ കുറേ അപ്ഡേറ്റ് വരുന്നത് കൂടെ അതും ഒരു ഫോളോ ചെയ്യാണ്. അപ്പോൾ അത് വലിയ ഈ ഇസ്ലാമിക മൊറാലിറ്റിയെ ബാധിച്ചുകൊണ്ട് തന്നെയല്ലേ അത് ഫോളോ ചെയ്യൽ. പിന്നെ വരുന്ന കാര്യങ്ങളൊക്കെ അവർ ഫോളോ ചെയ്യില്ലേ? അപ്പോൾ അത് തെറ്റായ കാര്യമല്ലേ? തെറ്റ് വരുന്നിടത്ത് എല്ലാം തെറ്റാണ്. അത് നമ്മൾ ആദ്യം പറയേണ്ടത്. ഹറാം വന്നാൽ എന്താണ്? എല്ലാം ഹറാമാണ്. ഞാൻ ഒരു കാര്യം ചോദിക്കുകയാണ്. ഇന്ന് നമ്മളിപ്പം സമൂഹത്തിൽ ഇറങ്ങിയിട്ട് സിനിമ കാണണ്ടെന്ന് പറയും. അത് എത്രത്തോളം സമൂഹത്തിൽ കാണാതിരിക്കും? അതേ സ്ഥാനത്ത് ഈ സിനിമ ഇറങ്ങുന്നിടത്ത് ഒരു ദഅവത്താക്കി ഇറക്കിയാൽ അതാണ് ഉപകാരപ്പെടുക. അതല്ല സിനിമ കാണണ്ട എന്ന് പറയണാണോ ഇന്ന് കാലത്ത് ഉപകാരപ്പെടുക? അതൊന്ന് ചിന്തിക്കും. സിനിമ എന്ന് നമ്മൾ സമൂഹത്തിൽ ഇറങ്ങിയിട്ട് പറയുകയാണ് സിനിമ ആരും കാണരുത് എന്ന് ചോദിച്ചു, അത് എത്രത്തോളം സമൂഹത്തിൽ ഇമ്പാക്ട് ചെയ്യും? അതല്ല, അല്ലാണ്ട് സിനിമയിലൂടെ ഒരു നല്ല കണ്ടന്റ് കൊടുക്കാൻ കഴിയുകയാണെങ്കിൽ അതാണോ ഒന്ന് സമൂഹത്തെ ഇമ്പാക്ട് ചെയ്യുക? അതായത് ഞാൻ നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യൻ ഒന്ന് ആവർത്തിച്ച് ചോദിക്കണം. എത്ര സിനിമകൾ അങ്ങനെ ഇപ്പോൾ നിലവിൽ ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഒരു സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഒരു ബിസിനസ്സാണ്. സ്വാഭാവികമായിട്ടും ഒരു ചിലവ് മുടക്കിയിട്ട് ഒരു ബിസിനസ് ചെയ്യുമ്പോൾ അതിന് വ്യൂവേഴ്സ് വേണം. വ്യൂവേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അതിൽ അല്ലറ ചില്ലറ ചില പുളികളും രുചികളും ചേർക്കേണ്ടി വരും. ഈ പുളികളും രുചികളും എന്നുള്ളതാണ് ഈ മ്യൂസിക് എന്നുള്ളത്. സ്വാഭാവികമാണ്. ആൾക്കാരെ പിടിച്ചിർത്താൻ വേണ്ടിയിട്ട് ചിലപ്പോൾ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. ചിലപ്പോൾ ഹിസ്റ്ററിയിൽ തന്നെ ചില കൈകടത്തലുകൾ നടത്തേണ്ടി വരും. ചില റൊമാൻസുകൾ കയറി വരാം. അങ്ങനെ പലതും ഉണ്ടാവാം. അങ്ങനെ അല്ലാത്ത സിനിമ വളരെ അപൂർവമാണ് ലോകത്ത് നടക്കുന്നത് എന്നുള്ളതാണ് ഒരു കാര്യം. പിന്നെ നമ്മളിനി എത്ര ഹിസ്റ്ററി ഇപ്പോൾ പറഞ്ഞു, ദാവത്തിൻ്റെ ഹിസ്റ്ററി പറഞ്ഞിട്ട് ഇസ്ലാമിൻ്റെ ദാവത്തിനെ കൂട്ടുക എന്നുള്ളതൊക്കെ, ഈ ഹിസ്റ്ററിയിലും ഈ ജെൻഡർ ഇൻട്രാക്ഷൻസ് വരുന്നില്ലേ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മളിപ്പോൾ പല തുർക്കി സീരീസുകളിലൊക്കെ കാണുന്നതാണ്. ഇസ്ലാമിൻ്റെ പക്ക ഇസ്ലാമിക് ഹിസ്റ്ററിയാണെന്നാണ് പറഞ്ഞിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന പലരും പണ്ഡിതന്മാരൊക്കെ ഉണ്ടായിരിക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്. ഈ ജെൻഡർ ഇൻട്രാക്ഷൻസ് വരുന്നില്ലേ, അതൊക്കെ എങ്ങനെയാണ് ഇസ്ലാമിൽ ന്യായീകരിക്കാൻ സാധിക്കുന്നത്? മ്യൂസിക് വരുന്നില്ലേ, ഇൻസ്ട്രുമെൻറ്റ്സ് വരുന്നില്ലേ? മ്യൂസിക്കിൻ്റെ കാര്യത്തിൽ ഇസ്ലാമിന് രണ്ട് ഇഖ്തിലാഫ് ഉണ്ട് എന്നിരിക്കെ ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിക്കുന്നതിലൊന്നും നബിതങ്ങൾ നേരിട്ട് പറഞ്ഞ ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിക്കുന്നതിലൊന്നും യാതൊരു തർക്കമില്ല. അതൊക്കെ നെസ്സായി വന്ന കാര്യങ്ങൾ മാത്രം. അല്ലാതെ എത്ര ഇൻസ്ട്രുമെന്റ്സ്, ദഫ് കാര്യങ്ങൾ എത്ര എണ്ണം ഉണ്ട്? അങ്ങനെ എണ്ണീറ്റ് എന്താ നടത്താൻ കഴിയും? പിന്നെ നിങ്ങൾ ഇപ്പോഴും ഞാൻ ചോദിച്ച ചോദ്യം മനസ്സിലാക്കിയില്ല എന്ന് തോന്നുന്നു. നിങ്ങൾ ചോദിക്കുന്നത് ഇപ്പോഴും ഇത് തന്നെയാണ്. ഇത്ര സിനിമ എത്ര കാലത്ത് ഇറങ്ങി, അത് മാറ്റി നിർത്തിയിട്ട് ഇന്നിപ്പോൾ നമ്മൾ സമൂഹത്തിലേക്ക് ഇറങ്ങിയിട്ട് സിനിമ കാണണ്ട, ഇതുവരെ സിനിമ ഇറങ്ങിയല്ലോ, ഇനി ഇതേപോലെ സിനിമ ഇറങ്ങാണ്, അത് കാണണ്ടെന്ന് പറയാനാണോ സമൂഹം ഇമ്പാക്ട് ചെയ്യുക? അതല്ല, സിനിമയിലൂടെ നല്ല കണ്ടന്റ് പ്രചരിപ്പിക്കാനാണോ സമൂഹത്തിൽ കുറച്ചുകൂടി ഇതുണ്ടാക്കുക? അതൊന്ന് ചിന്തിച്ച് പറഞ്ഞേരി. അതായത് ഒരു സമൂഹം മൊത്തം ഒരു തെറ്റ് ചെയ്യുന്നു, അപ്പോൾ അവരോട് അതിനെക്കുറിച്ച് ചോദിക്കാൻ പാടില്ല, അവരോട് അത് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കാൻ പാടില്ല എന്ന് പറയുന്നത് എന്താണ്? ഒരു ജാളിത്യമാണ്.
കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സമൂഹം മൊത്തമായിട്ട് ചെയ്യുന്നുണ്ട്, അവരോട് അത് പ്രബോധനം ചെയ്താൽ അത് മനസ്സിലാവുന്നില്ല എങ്കിൽ അതിനെ മാറ്റി അത് വേറെ രീതി പറയല്ലേ ചെയ്യണ്ടേ. നൂഹ് നബി അലൈഹി സ്വലാം 950 കാലവർഷം പ്രബോധനം നടത്തിയിട്ടുണ്ട്. അത് കയ്യിൽ എണ്ണാവുന്ന ചിലരെ എന്ത് ചെയ്തിട്ടുള്ളൂ, അനുയായികളായിട്ട് വന്നിട്ടുള്ളൂ. അപ്പോൾ ഇവരോട് ഇനി എത്ര പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പോൾ ഞാനും ഇവരെ പോലെ ആവുക എന്നുള്ളത് അതൊരു മനസ്സിന് അല്ലെങ്കിൽ മനുഷ്യന് മനസ്സിലാക്കുന്നതിലും അപ്പുറമാണ്. അപ്പോൾ എന്താണോ തെറ്റ് എന്താണോ ശരി എന്നുള്ളത് കൃത്യമായി പഠിച്ച് അത് മനസ്സിലാക്കിക്കൊണ്ട് പ്രബോധനം നടത്തുക എന്നുള്ളതാണ്. ഇസ്ലാമിൽ സിനിമക്ക് കുറച്ച് നല്ല വശങ്ങൾ ഉണ്ടായേക്കാം, പ്രബോധനത്തിൽ സഹായകരമായി ഉണ്ടായേക്കാം. പക്ഷേ അതിനപ്പുറം ഇസ്ലാമിനെതിരായിട്ടുള്ള നിഷിദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതൽ വരുന്നത്. അതുകൊണ്ട് അതിനെ ഒഴിവാക്കുക എന്നുള്ളതാണ് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. നമുക്കിനി ഒരു 5 മിനിറ്റാണ് ബാക്കിയുള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ വിഷയം കൺക്ലൂഡ് ചെയ്ത് സംസാരിക്കുകയാണ്. ഒരു 1.5 മിനിറ്റ് ഓരോരുത്തർ സംസാരിക്കാം. ഇവിടെ തുടങ്ങാം. ചുരുക്കത്തിൽ സിനിമയും നാടകവും ഒരു വിനോദത്തിനപ്പുറം ഇസ്ലാമിൻ്റെ മൂല്യതയെയും ഇസ്ലാമിൻ്റെ മൊറാലിറ്റിയെയും തകർക്കുന്ന രീതിയിൽ ഈ കാലത്ത് വളരെ ഡേഞ്ചറാണെന്ന് തന്നെയാണ് ഞങ്ങളുടെ ടീം വാദിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കണ്ണുകളും ഹൃദയങ്ങളും അള്ളാഹുവിൻ്റെ സ്മരണയിലേക്ക് ഉതകുന്ന രീതിയിൽ മാറുന്ന ഒരു മുസ്ലിം എന്ന നിലയിൽ മറ്റു ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ മൂല്യമായ സമയം മറ്റു വിനോദോപാധികൾ ചെയ്തുകൊണ്ട് തീർക്കുന്നതിനു പകരം നല്ല രീതിയിൽ നടക്കാനും മറ്റു സമയം നഷ്ടപ്പെടുത്താതെ സിനിമയെ നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഹറാമാവാതിരിക്കുകയും ചുരുക്കത്തിൽ ഇസ്ലാമിന് എതിരായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുകയാണെങ്കിൽ അത് തീർത്തും ഹറാമാണ് തന്നെയാണ് വാദിക്കുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ സംവാദം ഞാൻ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ നീണ്ട ചർച്ചക്കൊടുവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സിനിമ അതേപോലെ നാടകം ഇസ്ലാമിന് ഒതുങ്ങുന്നതാണോ അതിൻ്റെ ചട്ടക്കൂടിന് എതിരാണോ ഒതുങ്ങുന്നതാണോ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കി. നാം ഇവിടെ പ്രധാനമായും ചർച്ച ചെയ്തത് സിനിമ ഇൻഡസ്ട്രിയിലെ മ്യൂസിക്, പിന്നെ അതേപോലെ ഇമ്മൊറാലിറ്റി, അതേപോലെ ടൈം വേസ്റ്റിങ്, അതുപോലെ ഹറാം എക്സ്പോഷർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തു, ചർച്ച ചെയ്തു. നമുക്ക് അതിൻ്റെ ഖുലാസ മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറയുന്നുണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഖുല്ലിൽ മുഅ്മിനീന യഗ്ദൂ മിൻ അബ്സാരിഹിം. ദൃഷ്ടികളെ താത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് നോർമൽ സമയത്ത് പോലും ഹറാമ് വരുമോ എന്ന് ഭയപ്പെട്ടാൽ കണ്ണുകളെ താത്താൻ വേണ്ടിയിട്ടാണ് മുഅ്മിനീങ്ങളോടും മുഅ്മിനാത്തുകളോടും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിന് ഒതുങ്ങുന്ന തിയേറ്റർ പോലെയുള്ള സ്ഥലങ്ങളിൽ ഹറാമ് വിളിച്ചു വരുത്തി കാണുന്നതിനോട് യാതൊരു തരത്തിലും ഇസ്ലാമിന് കോംപ്രമൈസ് ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഒരു കാര്യം മാത്രം ചിന്തിച്ചാൽ മതി, ഈ നാടകം പോലെയുള്ള സിനിമ പോലെയുള്ള കാര്യങ്ങൾ ഇസ്ലാമിൽ അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് കൂടുതൽ അടുക്കുന്നുണ്ടോ, അതല്ല നമ്മളെ അള്ളാഹുവിൽ നിന്നും ഇസ്ലാമിൽ നിന്നും വെട്ടിപിരിയാനാണോ ഇത് സഹായിക്കുന്നത് കൂടുതൽ എന്ന് നോക്കിയാൽ നമുക്ക് അതിൻ്റെ ഉത്തരം ലഭിക്കുന്നതാണ്. ഇൻഷാ അല്ലാഹ്. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇതുവരെ നമ്മൾ ചർച്ച ചെയ്തത് സിനിമ, നാടകം ഇസ്ലാമിൽ അനുവദനീയമാണോ എന്നതിനെ അടിസ്ഥാന പറ്റിയാണ്. അപ്പം ഇതിൽ നമുക്ക് മനസ്സിലായി എന്ത്, സിനിമ എന്നുള്ളത് ഒരു ഹറാമ് മാത്രം വരുന്ന സമയത്താണ് ഹറാമിലേക്ക് നീങ്ങുന്നത്. സിനിമ സ്വതന്ത്രമായിട്ട് എന്താണല്ല ഒരു ഹറാമ് അല്ല. നിലവിലുള്ള സിനിമകൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ധാരാളം ഹറാമുകളും മറ്റും ഉൾപ്പെട്ടിട്ടുണ്ട്. നല്ല രീതിയിൽ ഇസ്ലാമിന് ദഅവത്താകുന്ന രീതിയിൽ സിനിമ, ഈ നാടകം മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുകയാണെങ്കിൽ അങ്ങനത്തെ ഒരു സിനിമ നമ്മൾ എതിർക്കേണ്ടതില്ല. സിനിമ എന്നുള്ളത്
ഒറ്റ വാക്കിൽ നമുക്ക് എന്താണ് ഹറാമാണ് എന്ന് പറയേണ്ട ഒരു ആവശ്യവുമില്ല. സിനിമ എന്നുള്ളത് എന്താണ്, നല്ല രീതിയിൽ ഇസ്ലാമിൻ്റെ നിരോധിച്ച ഹറാമുകൾ എവിടെയൊക്കെ വരുന്നോ അത് തന്നെയാണ് സിനിമയിലും ഹറാമായിട്ട് വരുന്നത്. അല്ലാതെ ചലച്ചിത്രം കൊണ്ട് ഇസ്ലാമിൻ്റെ ഒരു ചരിത്രം പറയുന്നതിലൂടെയോ അല്ലെങ്കിൽ ഒരു പഠനം നടത്തുന്നതിലോ മറ്റു ഇസ്ലാമിക ദഅവത്തേകുന്ന രീതിയിൽ ഒരു സിനിമ ഇറക്കുന്നതിലൂടെയൊന്നും എന്തോന്നില്ല, ഇസ്ലാം ഒരിക്കലും എതിരാവുന്നില്ല. സിനിമ എന്നുള്ളത് ഇസ്ലാമിൽ എതിരാവുന്നില്ല. ഇത് തന്നെയാണ് എനിക്കിവിടെ പറഞ്ഞു വെക്കാനുള്ളത്. എന്ത്, സിനിമ സ്വതന്ത്രമായി ഒരിക്കലും ഹറാമാവുന്നില്ല. നമ്മളിവിടെ ചർച്ച ചെയ്തിരുന്ന വിഷയം എന്നുള്ളത് സിനിമയെക്കുറിച്ചൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ അവസാനത്തേക്ക് വരുമ്പോൾ വലിയ ഒരു ചർച്ചയ്ക്ക് ശേഷം നമുക്ക് മനസ്സിലാകുന്നത് സിനിമ എന്നുള്ളത് ഒരു മീഡിയ മാത്രമാണ് എന്നുള്ളതാണ്. അതിൻ്റെ നല്ലതും ചീത്തയുമായ ഉപയോഗവശങ്ങളും എല്ലാം അതിനുണ്ട്. എന്താണ് ശരി എന്താണ് തെറ്റ് എന്നൊക്കെ ചിന്തിക്കാനുള്ള കഴിവും കാര്യങ്ങളൊക്കെ നമുക്കുണ്ട് എന്നതിൽ ഏത് സിനിമ നമ്മൾ തിരഞ്ഞെടുക്കണം എന്നുള്ളതിലൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. നമുക്കിപ്പോൾ ഈ കാലഘട്ടത്തിൽ ഏറ്റവും അനുയോജ്യമായ ഒരു രീതിയാണ് ഈ വിദ്യാഭ്യാസ മേഖലയിലായാലും ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കാനായാലും മറ്റുള്ള എന്തിനായാലും സിനിമ വളരെയധികം ഉപകാരപ്രദമാണ്. ദൈവത്തിനായാലും കുറേ ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അത് നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ മ്യൂസിക്കിൻ്റെ ഒക്കെ ഇതൊക്കെ ഒഴിവാക്കി നല്ല രീതിയിൽ എടുക്കാൻ കഴിയും എന്നുള്ളതാണ് ഈ ചർച്ചയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവസാനിപ്പിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അവസാനിപ്പിക്കാം. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി.